ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ബി ഹോട്ടൽ ടാസ്കിൻ്റെ ഭാഗമായി ഒരു അതിഥി എത്തിയിട്ടുണ്ട്. ആരാന്നറിയാലോ? നമ്മുടെ സ്വന്തം റിയാസ് സലീം തന്നെ. അപ്പോൾ ടാസ്കിൻ്റെ ഭാഗമായി റിയാസ് സലീം കുറച്ച് നേരമൊക്കെ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. കണ്ടന്റ് കൊടുക്കാത്ത കണ്ടസ്റ്റൻസിന് ഒരു കണ്ടന്റ് കൊടുക്കാനുള്ള ഹിൻ്റായിട്ടാണ് നമ്മുടെ റിയാസ് സലീം വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രാസം? അടിപൊളിയല്ലേ? അപ്പോൾ അത് തന്നെയാണ് സംഭവം. ഇന്നത്തെ എപ്പിസോഡിൽ റിയാസ് സലീം വരുന്ന കാണിക്കുന്നുണ്ട്. ലൈവിലത്തെ കാര്യമുണ്ടോ? പിന്നെ റിയാസ് സലീം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഹോട്ടൽ ടാസ്കിൻ്റെ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ടൈമിലൊക്കെ റിയാസ് സലീമിന് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ ലൈവിൽ പലതവണയായിട്ട് റിയാസ് സലീം പറയുന്നുണ്ട്, ഈ ഒരു ക്യാരക്ടേഴ്സ് നിങ്ങൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇതിൽ മാത്രം നിന്നല്ല, അല്ലാതെയും കുറച്ച് കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ പലതരം ക്ലൂ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പൊട്ടന്മാരായിട്ടുള്ള കണ്ടസ്റ്റൻസിന് അതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താ കഷ്ടം. അപ്പോൾ ബിഗ് ബോസിന് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സീസൺ അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും പോകാന്നുള്ളത്. മേ ബി ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കണം റിയാസ് സലീമിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് കൊടുത്തിരിക്കുന്ന ടാസ്ക് ഇതാണ്. കുറച്ച് ഫണ്ണി ആയിട്ട് തന്നെ ചെയ്യണം. അതായത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക ബോണസ് പോയിന്റും, സപ്പോസ് റിയാസിന് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവരുള്ള കണ്ടസ്റ്റൻസിന് അതൊരു നെഗറ്റീവായിട്ട് ഒരു പണിഷ്മെൻ്റ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ റിയാസ് സലീം ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ അവർക്ക് നെഗറ്റീവ് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാതിരിക്കാമല്ലോ, അപ്പോൾ അവർക്ക് നെഗറ്റീവ് അല്ലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് ലൈവിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അതങ്ങനെയല്ല, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം, ഇതൊരു ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പണിയെന്നറിയോ? ഒന്ന്, നമ്മുടെ ആര്യനും ഗിസയിലും അതേപോലെ അനുമോളും ഇവരെ 3 പേരെയും ക്യാമറയുടെ മുന്നിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കണം. അതാണ് ഫസ്റ്റത്തെ ടാസ്ക്. പക്ഷെ ഇതാരും അറിയരുത്. പിന്നെ രണ്ടാമത്തെ ടാസ്ക്, അനീഷിനെ കൊണ്ട് ഷാനവാസ് എൻ്റെ സുഹൃത്താണെന്നുള്ളത് പറയിപ്പിക്കണം. അതാണ് രണ്ടാമത്തെ പണി. ഇനി മൂന്നാമത്തെ ടാസ്ക്കാണ് ഗംഭീരം. ഈ കണ്ടസ്റ്റൻസിൽ ഏതെങ്കിലും 5 പേരെ കൊണ്ട് കണ്ണാൻ തുമ്പി പോരാമോ നിന്നോടിഷ്ടം കൂടാമോ എന്നുള്ള പാട്ട് പാടിക്കണം. അപ്പോൾ ഇത് 3ഉം പിറ്റേ ദിവസം രാവിലെ 10 മണിയോ എന്തോ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിന് മുന്നേ ആയിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ബോണസ് പോയിന്റ് കിട്ടും നമ്മുടെ മത്സരാർത്ഥികൾക്ക്. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് ആയിരിക്കും വരാം. കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാനും പാടില്ല. അതേപോലെ കൊടുത്തിരിക്കുന്ന ടാസ്ക് ലെറ്റർ ആരുടെ കയ്യിലെത്താതെയും റിയാസ് സലീം തന്നെ അത് സൂക്ഷിക്കണം. ബിക്കോസ് ഇതിനെപ്പറ്റി ആർക്കും ഒരു ഐഡിയയും കിട്ടരുത്. ഇത് ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിയാസിന് ഈ ഒരു പണി കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടിരിക്കുമ്പോഴല്ലോ നമുക്ക് പലതും ബോറടിപ്പിക്കലാണ് കേട്ടോ. എപ്പിസോഡ് കാണുമ്പോൾ ഇതിൽ ഒരു മുക്കാൽ ഭാഗമല്ല 90% അതിൽ കട്ട് ചെയ്തിട്ട് എപ്പിസോഡ് കാണിക്കുന്ന കാരണം പ്രേക്ഷകർക്ക് ആർക്കും തന്നെ ബോറടിക്കണല്ലോ. ഈ ഒരു ഹോട്ടൽ ടാസ്ക് ഒക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്. പക്ഷേ ഈ മത്സരാർത്ഥികൾക്ക് ഒന്നും ഒരു ഉഷാറില്ലാത്ത പോലെയാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത് ലൈവ് കാണുമ്പോൾ. ഇനി എന്തായാലും വരും എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി കാണാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.